നമസ്കാരം പ്രിയ സഹോദരങ്ങളെ, ഡിവൈൻ മേഴ്സി എന്ന ചാനലിലൂടെ അച്ഛൻ്റെ മനോഹരമായൊരു ടോക്ക് കേൾക്കാനിടയായി. ആ ടോക്കിനകത്ത് അച്ഛൻ ഒരു പ്രധാന ആശയത്തെ ആണ് അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാശയം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അത് എന്നെ വളരെയധികം ടച്ച് ചെയ്തുകൊണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ആദ്യം അച്ഛൻ പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 25-30 വയസ്സ് പ്രായമുണ്ടാകും. അവൻ ഈ പ്രസ്സിലേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, പുറത്ത് കിടക്കുന്ന കാറ് നിങ്ങളുടെ ആരെങ്കിലുടെ ആണ്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു കറുത്ത കാറാണ്. അതെൻ്റെ. അപ്പം അച്ഛൻ ഒന്ന് പുറത്തേക്ക് വരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അച്ഛൻ, ഞാൻ പച്ചക്കറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നാണ് തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ പച്ചക്കറി അവിടെ ഇറക്കിയിട്ട് വണ്ടി ഇങ്ങനെ പുറകിലേക്ക് എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അച്ഛൻ്റെ കാറിലൊന്ന് മുട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രണ്ട് ഡോറ് അത്യാവശ്യം ഉള്ളിലോട്ട് നന്നായി ചളങ്ങിയിരിപ്പുണ്ട്. അപ്പം ഞാൻ വളരെ സങ്കടത്തോടെ അവനെ നോക്കി. കാരണം കുറച്ച് കാശ് ചിലവാകും. അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാണ്, പക്ഷെ കുഴപ്പമില്ല, തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട് അച്ഛൻ, ആ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇത് കാണിക്കാം, ഇത് നേരെയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചിലവാകും അത് ഞാൻ കൊടുത്തോളാം. ഇതെൻ്റെ നമ്പറാണ് അച്ഛാ, ഞാനവിടെ വിളിച്ച് പറഞ്ഞോളാം, എൻ്റെ ഒരു പരിചയക്കാരനാണ്, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, അറിയാതെ പറ്റിപ്പോയാണ്. ഞാൻ അവൻ്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലടാ, ഞാൻ നോക്കിക്കോളാം. ക്ഷമിക്കുന്നവൻ്റെ ഒരു പുണ്യമായിട്ടല്ല, മറിച്ച് അത് ആർക്കാണോ കൊടുക്കുന്നത് അവൻ്റെ ഒരു പുണ്യം കൂടെയാണ്. കേടുപറ്റി എന്ന് അറിഞ്ഞ അദ്ദേഹം ആരുടേതാണ് ആ വണ്ടി എന്ന് ഓരോ കടകൾ തോറും കയറി ഇറങ്ങി അന്വേഷിച്ചിട്ട് അവസാനമാണ് അച്ഛനിരിക്കുന്ന കടയിലെത്തിയത്. ആളെ കണ്ടുപിടിച്ച ശേഷം തെറ്റേറ്റു പറഞ്ഞു, പരിഹാരം ചെയ്തോളാമെന്ന് പറഞ്ഞു. എത്ര മനോഹരമായാണ് ആ പയ്യൻ പ്രവർത്തിച്ചത്. നമ്മുടെയൊക്കെ ധാരണ, എൻ്റെ അടക്കമുള്ള ധാരണ ഇങ്ങനെയല്ല. നമുക്കറിയാതെയാണ് ഒരു തെറ്റ് പറ്റിയതെങ്കിൽ നാം മുതൽ ഒഴികഴിവായി എടുക്കും. ആ ചിന്ത, ആ തെറ്റിൻ്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ കുറയ്ക്കുകയും ചെയ്യും. എനിക്കറിയില്ലായിരുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് നമ്മൾ പറയും. പക്ഷേ ഈ സംഭവം കേട്ടപ്പോൾ തീർച്ചയായിട്ടും അറിയാതെ സംഭവിച്ചതാണെങ്കിലും അതൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം അതിൽ പരിഹാരം ചെയ്യേണ്ടതാണ്. വ്യക്തികളോടുള്ള ഇത്തരം സംഭവത്തിൽ മറ്റാരും അറിയാതെയാണ് നാം അത് ചെയ്തതെങ്കിൽ, ഉടമസ്ഥൻ അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവം ഇതുതന്നെയായിരിക്കും, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ എന്ന്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്, കോടതിയുടെ നിയമപ്രശ്നങ്ങളിൽ എനിക്ക് ആ നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊഴികഴിവുമില്ല. ട്രാഫിക് നിയമങ്ങളിലും നമുക്കറിയാത്തൊരു തെറ്റുപറ്റിയാൽ അതിനും ഒഴികഴിവില്ല. തീർച്ചയായും നാം പരിഹാരം ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷമുണ്ടായാൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിലും പരിഹാരം ചെയ്യേണ്ടതല്ലേ. ഈ സംഭവം നമ്മോട് അത് പറയുന്നില്ലേ? അവസാനം അച്ഛൻ പറയുന്നുണ്ട്, ഇത് ക്ഷമിക്കുന്നവൻ്റെ പുണ്യം മാത്രമല്ല, അതാർക്കാണോ ലഭിക്കുന്നത് അവൻ്റെ കൂടി പുണ്യമാണെന്ന്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ചിന്തയ്ക്കപ്പുറത്തേക്ക് എൻ്റെ ഒരു മനസ്സിൽ വന്നൊരാശയം ഇതിലൂടെ പറഞ്ഞുവെന്ന് മാത്രം.